എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് 30 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. സോ ഈ ഒരു പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തു വയ്ക്കാനുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. സോ അതിന്റെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് മുണ്ടയ്ക്കലാണ് ന്നുള്ള കാര്യം ഓർക്കുക. ഈ മുണ്ടയ്ക്കൽ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഓർക്കുക, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. അതിന്റെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കലിലാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തത് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. അത് 2020 അദ്ദേഹം എന്ത് ചെയ്തത്? നാടിനെ സമർപ്പിച്ചത്. അപ്പൊ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മഹബൂബ് അലി ഖാൻ അസഫ് ജാ ആറാമന്റെ ചിത്രം വരച്ചത് ആരാണ്? അപ്പോൾ ഒരു ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഹൈദരാബാദ് നൈസാം ആയിരുന്ന മഹബൂബ് അലി ഖാൻ അസഫ് ജാ ആറാമന്റെ ചിത്രം വരച്ചത് ആരാണ്? അത് രാജാ രവിവർമ്മയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതായത് 2.6 കോടിക്ക് അടുത്തിടെ എന്ത് ചെയ്തു? ഈ ഒരു ചിത്രം ലേലത്തിൽ വിറ്റുപോയി. അപ്പൊ എന്താണ്? 2.6 കോടിക്ക് ഈ ഒരു ചിത്രം അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത ചർച്ച ചെയ്ത് അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം കൂടി ലേലത്തിൽ വിറ്റുപോയി. അതായത് 16 കോടി രൂപയ്ക്ക് റിദ്ധി സിദ്ധി ഗണപതി എന്ന് പറയുന്ന ഒരു ചിത്രം കൂടി അടുത്ത എന്താണ് ഈ ഒരു 16 കോടി രൂപയ്ക്ക് ഈ ഒരു ലേലത്തിൽ വെച്ച് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് തവണ PSC തൊഴിലുറപ്പ് വേതനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ വേതനം എവിടെയാണ്, ഏറ്റവും കുറവ് വേതനം എവിടെയാണ്, കേരളത്തിലെ വേതനം എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും കൂടിയ വേതനമുള്ളത് ഹരിയാനയിലാണ്. എവിടെയാണ്? ഹരിയാനയിലാണ്. എത്രയാണ്? 400 ആണ്. ഇത് കൃത്യമായിട്ട് ഓർക്കുക. ഒരു കാര്യം കൂടി ഇതിൽ നോട്ട് ചെയ്യാനുണ്ട്. അതായത് തൊഴിലുറപ്പ് വേതനം 400 എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ്. അപ്പോൾ ഏറ്റവും കൂടിയ തൊഴിലുറപ്പ് വേതനം എവിടെയാണ്? ഹരിയാനയാണ്. അപ്പൊ അത് അറിയാമെങ്കിൽ തന്നെ നമുക്ക് എളുപ്പം ഊഹിക്കാൻ പറ്റും. എന്താണ്? തൊഴിലുറപ്പ് വേതനം 400 എത്തിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ഹരിയാനയാണ്. ഇനി രണ്ടാം സ്ഥാനത്തിലേക്ക് വരാം. രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ സിക്കിമിലെ 3 പഞ്ചായത്തുകളാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോൾ സിക്കിമിലെ 3 പഞ്ചായത്തുകളാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അതായത് നാത്തങ്, ലാച്ചുങ്, ലാച്ചൻ എന്ന് പറയുന്ന 3 പഞ്ചായത്തുകളാണ്. അപ്പൊ ഇവിടുത്തെ വേതനം എന്ന് പറയുന്നത് 389 രൂപ. എത്രയാണ്? 389 രൂപയാണ് ഇവിടത്തെ വേതനം എന്ന് പറയുന്നത്. ഇനി മൂന്നാം സ്ഥാനത്ത് ഗോവയാണ്. മൂന്നാം സ്ഥാനത്ത് ആരാണ്? ഗോവയാണെന്നുള്ള കാര്യം ഓർക്കുക. ഗോവയിലെ വേതനത്തെ പറ്റി പറയുകയാണെങ്കിൽ 378 രൂപയാണ് എന്നത് പറയുന്നത് ഗോവയിലെ വേതനം. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കാം. ഇനി നമ്മുടെ കേരളത്തിലെ വേതനം. അപ്പോൾ കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എത്രയാണ്? അത് 369 രൂപ. എത്രയാണ്? 369 രൂപയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപ് കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എത്രയായിരുന്നു? അത് 346 രൂപയാണ്. സോ ഇങ്ങനെ കൂടി പഠിച്ചു വയ്ക്കുക. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ തൊഴിലുറപ്പ് വേതനത്തിൽ എത്ര രൂപയുടെ വർധനവാണ് ഉണ്ടായത്? അത് 23 രൂപ. അപ്പോ കേരളത്തിൽ എത്ര രൂപ വർദ്ധിച്ചു? 23 രൂപ വർദ്ധിച്ചു. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇത്തരത്തിൽ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോ 346 ആയിരുന്നു, ഇപ്പോ 369 ആയി. അപ്പോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായത്? അത് 6.65%. അപ്പോ കേരളത്തിൽ 6.65% വർധനവാണ് ഉണ്ടായത്. അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. 23 രൂപയാണ് കൂടിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വേതനം എത്രയാണ്? 369 രൂപയാണ്. ഇനി ഏറ്റവും കുറവ് വേതനം എവിടെയാണ്? അത് 2 സ്റ്റേറ്റുകളിലാണ്. അരുണാചൽ പ്രദേശും നാഗാലാൻഡും. എവിടെയൊക്കെ? അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. അപ്പൊ ഇവിടുത്തെ വേതനം എന്ന് പറയുന്നത് 241 രൂപയാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ചിലിയുടെ പ്രസിഡന്റ് ആരാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പോയിന്റിന്റെ ആൻസർ കിട്ടും. അതായത് ഗബ്രിയൽ ബോറിക്. ആരാണ്? ഗബ്രിയൽ ബോറിക് ആണ് 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹം ചിലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ഇദ്ദേഹം പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് 2025 മാർച്ച് 28 ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 2025 മാർച്ച് 28 ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമർ, തായ്ലൻഡ്. ഏതൊക്കെയാണ്? മ്യാൻമർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ്. വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതായത് റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇവിടെ ഉണ്ടായത്. അതായത് മ്യാൻമറിലാണ് പ്രഭവ കേന്ദ്രം എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ മ്യാൻമറിലും തായ്ലൻഡിലും എന്താണ്? ഏത് മാസം? 2025 മാർച്ച് മാസം 28 എന്ത് ചെയ്തു? ഭൂകമ്പം ബാധിച്ചു. കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഈ പറയുന്ന മ്യാൻമറിലെ മാൻഡ്ലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അതിന് പുറമെ തന്നെ ഈ പറയുന്ന ഭൂകമ്പത്തെ തുടർന്ന് തായ്ലൻഡ്, അതായത് ബാങ്കോക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഈ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഇപ്പോൾ 2025 മാർച്ച് 28 ഭൂകമ്പം ഉണ്ടായി. സോ അതിനെ തുടർന്ന് മ്യാൻമറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഏതാണ്? അപ്പോൾ 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മ. ഓർക്കുക, ഓപ്പറേഷൻ ബ്രഹ്മ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. എന്ത് ബാധിച്ച? ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മയാണ്. വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോ ഇവിടെ എന്തായാലും നമ്മൾ എന്ത് പറഞ്ഞു? ഓപ്പറേഷൻ ബ്രഹ്മയെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപും മ്യാൻമറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ കരുണ. എന്താണ്? ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനം 2023 ഈ പറയുന്ന ഓപ്പറേഷൻ കരുണ നടത്തിയത്. അന്ന് മോഖ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാനായിട്ടാണ് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനം ഇന്ത്യ നടത്തിയത്. ഇനി അതിനു പുറമെ മറ്റൊരു രക്ഷാപ്രവർത്തനം കൂടിയുണ്ട്. അതായത് ഓപ്പറേഷൻ ദോസ്ത്. എന്താണ്? ഓപ്പറേഷൻ ദോസ്ത്. ഇത് നടത്തിയതും 2023 ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂകമ്പം ബാധിച്ച, അതായത് നമുക്ക് അറിയാവുന്നതാണ് സിറിയയിലും തുർക്കിയിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായ കാര്യം. സോ അവിടെ ആ ഭൂകമ്പം ബാധിച്ച സമയത്ത് അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ദോസ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടേക്കാണ് സിറിയ, അതുപോലെ തന്നെ തുർക്കി എന്നിവിടങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ദോസ്ത്. ഇനി ഇതുപോലെ മറ്റു രക്ഷാപ്രവർത്തനങ്ങൾ അടുത്തിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രാവതി, അതായത് സായുധ കലാപം നടന്ന ഹെയ്ത്തിയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇനി അതിനു പുറമെ തന്നെ ഇന്ത്യ സുഡാനിൽ, അതായത് സുഡാനിൽ കലാപം നടക്കുന്ന സമയത്ത് അവിടെ ഓപ്പറേഷൻ കാവേരി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനു പുറമെ തന്നെ ഓപ്പറേഷൻ അജയ്, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് അവിടെ കുടുങ്ങി ഇന്ത്യക്കാരെ സഹായിക്കാനായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞത് ഓപ്പറേഷൻ ബ്രഹ്മയാണ്. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാനായിട്ടാണ് ഇതെന്ത് ചെയ്തത്? ഇന്ത്യ നടത്തിയത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമാണ്? അത് കെനിയ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2024-25 ഈ ഒരു സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2025 അതായത് 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അപ്പൊ എത്രാമത്തെയാണ്? 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് തായ്ലൻഡ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. എത്രാമത്തെ? 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി അല്ലെങ്കിൽ 2025 ബിംസ്റ്റെക് ഉച്ചകോടി വേദി എവിടെയാണ്? തായ്ലൻഡ് ആണ്. അപ്പോൾ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അടുത്തിടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? അടുത്തിടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ്? അത് ഗുരീന്ദർ വീർ സിംഗ്. ആരാണ്? ഗുരീന്ദർ വീർ സിംഗ് ആണ്. വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതായത് ഇദ്ദേഹം സ്ഥാപിച്ച റെക്കോർഡ് എന്ന് പറയുന്നത് 10.20 സെക്കൻഡിലാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം 100 മീറ്റർ ഓടിയത്. അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഇപ്പോൾ 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേദി നമുക്കറിയാം അല്ലെ, എവിടെയാണ് വേദി എന്ന് പറയുന്നത്? ന്യൂഡൽഹി ആയിരുന്നു വേദി. നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തൊരു കാര്യമാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗ്യചിഹ്നവും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഭാഗ്യചിഹ്നം? ഉജ്ജ്വല. എന്താണ്? ഉജ്ജ്വല എന്ന് പറയുന്നതാണ് ഭാഗ്യചിഹ്നം. അതും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മെഡൽ ടേബിൾ ഒന്നാമതെത്തിയത് ആരാണ്? അപ്പോൾ 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ്? അത് ഹരിയാനയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ്? അത് തമിഴ്നാടാണ്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണെന്ന് ഓർക്കുക. സ്വാഭാവികമായിട്ടൊരു ഗെയിംസ് അല്ലേ, അപ്പോൾ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് അറിയണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളം എത്രാമതാ? 13ാമത്. കേരളം എത്രയാണ്? 13ാം സ്ഥാനത്താണ് കേരളം. അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക. വേദി പറഞ്ഞു ന്യൂഡൽഹിയാണ്, ഭാഗ്യചിഹ്നം ഉജ്ജ്വലയാണ്, ഒന്നാമത് ഹരിയാനയാണ്, രണ്ടാമത് തമിഴ്നാടാണ്, കേരളം എത്രാമതാണ്? 13ാമത്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഡിഗ്രി ലെവൽ എക്സാമുകൾ 2 സ്റ്റേജുകളിലായി നടത്തുമെന്ന് PSC അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയം കൊണ്ട് നിങ്ങളെ വിലയിരുത്താനായിട്ട്, നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് എക്സാം എഴുതി പരിശീലിച്ചാലോ? അത്തരത്തിൽ ഒരു എക്സാം കോഴ്സ് ടാലന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേര് മുന്നൊരുക്കോ എന്നാണ്. 85 എക്സാമുകൾ ഈ ഒരു കോഴ്സിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ 25 മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അങ്ങനെ 7450 ചോദ്യങ്ങൾ. ഇനി ഈ മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് പുറമെ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ട്, കറണ്ട് അഫയേഴ്സ് എക്സാംസ് ഉണ്ട്. അപ്പോൾ എല്ലാം ചേർന്നൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് veranda.talentkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. മുന്നൊരുക്കം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് പോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടി ഞങ്ങൾ പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് മുഖാന്തരം നിങ്ങൾക്ക് 7150 ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. അതായത് 90 എക്സാമുകൾ, അതിൽ 30 മോഡൽ എക്സാമുകൾ. ഈ 30 മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ്, കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ, അതുപോലെ ടോപ്പിക് വൈസ് എക്സാമുകൾ എന്നിവ അടങ്ങിയ ഒരു പാക്കേജ് ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് veranda.talentkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. 2025 ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, CPO, വുമൺ CPO, ഫയർമാൻ, അങ്ങനെ ഒരുപാട് എക്സാമുകൾ. സോ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ചർച്ച ചെയ്തപ്പോൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഒരു ആസ്ഥാനത്തെ പറ്റി. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, 2020 നാടിന് സമർപ്പിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോ അതിന്റെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടയ്ക്കലാണെന്ന് പറഞ്ഞു. മുണ്ടയ്ക്കൽ കൊല്ലത്താണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ചിത്രത്തെ പറ്റി. അതായത് ഹൈദരാബാദ് നൈസാമായിരുന്ന മഹബൂബ് അലി ഖാൻ അസഫ് ജാ ആറാമന്റെ ചിത്രം എന്ത് ചെയ്തു? അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയി. അത് വരച്ചത് ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം എന്താണ്? തൊഴിലുറപ്പ് വേതനത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അതായത് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചു. അത് പ്രകാരം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഹരിയാനയിലാണ്. എത്രയാണ്? 400 ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഏറ്റവും കുറവ് എവിടെയാണ്? അത് നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും. എത്രയാണ്? 241. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വേതനം എത്രയാ? അത് 369. മുൻ വർഷത്തേക്കാളും എത്ര രൂപ വർദ്ധിച്ചു? 23 രൂപ വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ മുൻപ് എത്രയായിരുന്നു? അത് 346 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനത്തിന്റെ വർധനവുണ്ടായി? 6.65% വർധനവുണ്ടായി. ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. കാരണം തൊഴിലുറപ്പ് വേതനം ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര രൂപയുടെ വർധന ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. അതിനുശേഷം ചർച്ച ചെയ്ത പോലെ എന്തായിരുന്നു? ചിലിയുടെ പ്രസിഡന്റ് ആണ്. ആരാണ് ചിലിയുടെ പ്രസിഡന്റ്? ഗബ്രിയേൽ ബോറിക്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹം 2025 ഏപ്രിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യ സന്ദർശിക്കുന്നു. സോ ചിലിയുടെ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്തു വയ്ക്കാം. ഇനി അതിനുശേഷം ഒരു ഭൂകമ്പത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് 2025 മാർച്ച് 28 ഭൂകമ്പം ബാധിച്ചത് രാജ്യങ്ങൾ, അതായത് മ്യാൻമറും തായ്ലൻഡും ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ ഈ ഒരു ഭൂകമ്പത്തെ തുടർന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ കരുണ ഇന്ത്യ നടത്തിയത് എവിടെയാണ്? അത് മ്യാൻമറിലാണ്. പക്ഷെ അത് മോഖ ചുഴലിക്കാറ്റായിരുന്നു. ഇനി അതുപോലെ തന്നെ തുർക്കി സിറിയ ഭൂകമ്പം ഇന്ത്യ രക്ഷാപ്രവർത്തനം നടത്തി. എന്താണ്? ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക.
ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ളത് കെനിയയാണ്, രണ്ടാമത് ഇന്ത്യയാണ്. ഇനി അതിനുശേഷം ഒരു ഉച്ചകോടിയുടെ വേദി പറഞ്ഞു, അതായത് 2025 അല്ലെങ്കിൽ എത്രാമത്തെ 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി. വേദി എവിടെയാ? തായ്ലൻഡ് ആണ്. നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് ഗുരീന്ദർ വീർ സിംഗ് എന്ന് പറയുന്ന ഓട്ടക്കാരൻ നേടിയ റെക്കോർഡ്, അതായത് 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു. എത്രയാണ് ടൈം? 10.20 സെക്കൻഡിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഫിനിഷ് ചെയ്തത്. ഇനി അതിനുശേഷം പറഞ്ഞത് 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആണ്. എവിടെ വെച്ച് നടന്നു? അത് ന്യൂഡൽഹി വെച്ച് നടന്നു. ഒന്നാമത് ആരാണ്? ഹരിയാനയാണെന്ന് പറഞ്ഞു. മെഡൽ ടേബിൾ ഒന്നാമത് ഹരിയാനയാണ്, ഭാഗ്യചിഹ്നം ഉജ്ജ്വലയാണ്. ഇനി മെഡൽ ടേബിളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? അത് 13 ആണ്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്തമായ ചിത്രം ഏതാണ്? ഓപ്ഷൻ എ സന്തോഷ്, ബി ലാപ് ദ ലേഡീസ്, ഓപ്ഷൻ സി മാച്ച് ബോക്സ്, ഓപ്ഷൻ ഡി ഓൾ ബി ഇമാജിനസ് ലൈറ്റ്. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2025 പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം? ഓപ്ഷൻ എ ആസിഫ് അലി, ബി പൃഥ്വിരാജ്, സി വിജയരാഘവൻ, ഡി ജഗദീഷ്. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, പൗരസേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഒഡീഷ, ബി ഹരിയാന, സി ബീഹാർ, ഡി മധ്യപ്രദേശ്. ശരി ഉത്തരം ഏതാണ്? ഹരിയാനയാണ് സാരഥി എന്ന് പറയുന്ന AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? പൗരസേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇനി അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരെന്ന് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 മാർച്ച് 30-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.